Hello guys, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് കൂട്ടാൻ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഈദ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ മേക്കപ്പാണ്, അതായത് ഈദിന് പറ്റിയ പാർട്ടി വെയറിൽ ഏറ്റവും സിമ്പിളാണ്, അല്ലാണ്ട് ക്യാഷ്വൽ ആയിട്ടല്ല. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായാലും ഐലൈനറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഓൾസോ ഇത് നമ്മളൊരു സ്മോക്കി കൈൻഡ് ഓഫ് ഐ ആണത് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഐ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലുക്ക് തന്നെ ഞാൻ എടുക്കാനായിട്ടുള്ള കാരണം. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐ മേക്കപ്പ്, അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് ഐ മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആ ട്രയൽ വീഡിയോയും കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും മേക്കപ്പ് ലുക്കോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഫേസിൽ ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫേസിൽ വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അതേ കണ്ടോ, എൻ്റെ ബെയർ ഫേസാണിത്. അപ്പോൾ ഇനിയിപ്പം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്കിൻ പ്രിപ്പറേഷൻ ചെയ്യണം, അതായത് സ്കിൻ കെയർ ചെയ്യണം. ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. അത് നമ്മുടെ ഒരു സ്കിന്നും മേക്കപ്പും സ്കിന്നും തമ്മിലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് കാരണം നല്ല ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ മോയ്സ്ചറൈസറിന് പകരം ഞാൻ വാസലിൻ്റെ ഒരു ഡെയിലി ബ്രൈറ്റനിങ് ഇവൻറ്റ് ടോൺ ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലോഷനാണ്, ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു പിങ്ക് ടോൺ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഒരു ഗ്ലോ ഒക്കെ സ്കിന്നിൽ തരാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ലോഷൻ. കുറച്ചെടുത്താൽ മതിയേ. ഇതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം അബ്സോർബ് ആവുന്ന വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് കുറച്ചും കൂടെ ഒരു സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ഞാൻ നല്ലോണം ഒന്ന് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ആൻഡ് എൻ്റെ സ്കിന്നിന് ഒരു ഓയിലി എന്ന് പറയാം. ചില ടൈമിൽ ഭയങ്കര ഓയിലിയാണ് സ്കിൻ, ഭയങ്കര ഡള്ള്. ഇപ്പോൾ കണ്ടോ മുഖം ചുമന്നു വന്ന്. എൻ്റെ സ്കിൻ ഈ ഇടയ്ക്ക് കണ്ടവർക്കറിയാം നല്ല ഡാമേജ്ഡ് ആയിരുന്നു, ഇപ്പോൾ മാറി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാസലിൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. കൺസീൽ ചെയ്യാൻ കൂടിപ്പോയി. കൺസീൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇത് മാഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഗ്രീൻ കൺസീലർ കളർ കറക്റ്ററാണ്. കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ പാടുകളുണ്ടോ, അവിടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടിപ്പോയി, അതാണ്. ഞാനിതിപ്പോൾ ഒരു മീഡിയം കവറേജ് ആണ് കേട്ടോ ചെയ്യുന്ന മേക്കപ്പ്. ഭയങ്കര ഫുൾ കവറേജും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇവിടെയൊന്നും വലിയ പാടില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ എന്തിനാ അവിടെ ഇട്ടേന്ന് വെച്ചാൽ എനിക്കറിയില്ല. കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം. ഇത് പ്രൈമർ ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിയൽ മേക്കപ്പ് ബേസ് എന്ന് പറയുന്ന ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. കണ്ടോ, നല്ല പ്രൈമറാണ്. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറില്ല, ചില ഒക്കേഷൻസിൽ മാത്രമാണ് യൂസ് ചെയ്യുക. ആക്ച്വലി കളർ കറക്റ്ററിന് മുമ്പായിരുന്നു പ്രൈമർ ഇടാൻ, പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഞാനത് മറന്നുപോയി കേട്ടോ. ഈ ഹൈലൈറ്റർ ഇട്ടാലുള്ള പ്രത്യേകത എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ലേ, അപ്ലൈ ചെയ്യുന്നിടം ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും, ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട്. ഞാനിപ്പോൾ ആ കൺസീലർ ഇട്ടെടുത്ത് ഇടുന്നില്ല, ബാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഭയങ്കര ഗ്ലോയിങ് ആയിട്ടില്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈദ് മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ല കുറച്ചും കൂടെ ഒന്ന് ഗ്ലോയി ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടിരിക്കണ്ടേ, അതുകൊണ്ടാണ്. സോ ദേ അടിപൊളി ഗ്ലോയിങ് സ്കിന്നായിട്ടുണ്ട്. നെറ്റിയിലും കൂടി കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്രൈമർ ആൻഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടുമായിട്ട് യൂസ് ചെയ്യാം. നോക്കിയപ്പോൾ വേണമെങ്കിൽ മേക്കപ്പിന് ശേഷം വേണമെങ്കിൽ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹൈലൈറ്ററായിട്ട്. അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ആവട്ടെ. ഇത് അബ്സോർബ് ആവാനൊന്നുമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ സുഡിയോയുടെ ഒരു കാജലാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ താഴെ ഇപ്പോൾ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈക്ക് സ്മോക്കി ഐസ് പോലത്തെ ഒരെണ്ണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ മുകളിലത്തെ അപ്പർ ലൈനിൽ ഐലൈനർ വരച്ചതുപോലെ തന്നെ ഉണ്ട്, കുറച്ച് തിക്കായിട്ട്. ഇവിടെ എൻ്റെത് കുറച്ച് തിക്കായിട്ടുള്ള ഐ ലാഷസ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കുറച്ച് ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത്. പക്ഷെ അത് ലൈക്ക് ഐലൈനർ ഒന്നും വരച്ചത് നല്ല കണ്ടോ, അത് കണ്ടോ, അവിടെ നല്ല തിക്കാണ്. നീളം കുറവാണെങ്കിലും തിക്നെസ് കൂടുതലാണ് കേട്ടോ. ഇത് എഴുതി കൊടുക്കാവേ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇതിങ്ങനെ അതിൽ എന്താ പറയുക താഴെയൊക്കെ എഴുതി കൊടുക്കണം. ഞാൻ അങ്ങനെ താഴെ എഴുതാറേ ഇല്ല. എൻ്റെ താഴെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡാർക്കായിട്ട് തന്നെ ലൈൻ ചെയ്തു. എൻ്റെ ഒരു കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട്, ഞാനതിങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന്, അതായത് ആ ഒരു ഓയിൽനെസ് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം എഴുതി കൊടുക്കാം. നൈസായിട്ട് ഒടിഞ്ഞു പോയി കേട്ടോ, സാരമില്ല. ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്യാം നമുക്ക്. കൂടി ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഒരു ബോൾഡ് ഐ ലുക്കാണ് ഞാൻ വിചാരിക്കണേ. ബോൾഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഡാർക്ക് ആയിരിക്കും, പക്ഷെ ഇതൊരു കൈൻഡ് ഓഫ് സ്മോക്കി. അയ്യോ കരി, ഞാൻ ഇപ്പോൾ മനസ്സിലായി ഞാൻ ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഐ മേക്കപ്പ് ചെയ്യാത്തതെന്ന്. കാര്യം ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ മുഖത്താവും. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ബ്രഷ് വെച്ചിട്ട് നമുക്കൊരു വിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വിങ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. അത് ലൈക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ സ്പ്രെഡായിട്ട് ഇങ്ങനെ വന്നോളൂ. അതാണ് നമ്മുടെ ഇതിൻ്റെ വിങ് എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു പാലറ്റാണ് എടുത്തിട്ട് അതിൽ ഡാർക്ക് ഷെയ്ഡ് എടുക്കുക, ചൂസ് ചെയ്യുക. എന്നിട്ടത് നമ്മൾ ഔട്ടർ കോർണറിൽ നിന്നിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ കൂടെ കേട്ടോ, ഇതിൻ്റെ കൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്മോക്കിയൊക്കെ അവിടെ ഇരിക്കും, പക്ഷെ അതിനെ കണ്ടോ, അതിൻ്റെ മുകളിലൊരു ഷെയ്ഡ് വ്യത്യാസം, അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇങ്ങനെ അതിൻ്റെ പുറമേ കൂടി ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ചെയ്യണേ. ഒന്ന് അവിടെ ആക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ബ്ലാക്കും കൂടെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കിയാൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്ത് പോയാൽ മതി കേട്ടോ. കണ്ടോ, ഇനി അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തതിന് ശേഷം നമുക്കിത് ഞാൻ ഈ ഒരു പിങ്ക് എടുക്കുകയാണ്, യൂസ് ചെയ്യുകയാണെന്ന് ലൈക്ക് ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഡൺ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡ്, അതായത് ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് പോലത്തെ എടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ ഒന്ന് ഈ ഒരു ബോൺ സൈഡിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നുകൂടി നമ്മൾ ഈ ഹൈലൈറ്റർ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഐസിൻ്റെ ഇന്നർ കോർണറിൻ്റെ ഇവിടെ ഒന്ന് ആക്കി കൊടുക്കാവേ. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കളർ ബാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇതാ ഷെയ്ഡ് ലൈറ്റ് ലിനൻ എന്ന് പറയുന്ന 0.1 എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും അബ്സോർബ് ആയിട്ടും ഉണ്ടാവും. സോ അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ഞാൻ മേക്കപ്പ് ബ്രഷിനെക്കാട്ടി കൂടുതൽ ഞാൻ കൈ ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഫേസിലാകുമ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിപ്പം ബ്രൈഡൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്താലാണ് നല്ലത്. പക്ഷേ
ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൈയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ നേരത്തെ ഇട്ട ഹൈലൈറ്ററിൻ്റെതാണ്. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷ് തരും കേട്ടോ. അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇതൊരു ഗ്ലോയി മേക്കപ്പായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്കാണ്. കൂടുതൽ സംസാരിക്കാത്തത് എൻ്റെ മേക്കപ്പിലുള്ള കോൺസെൻട്രേഷൻ പോവും എന്ന് വെച്ചിട്ടാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഐ മേക്കപ്പും ആൻഡ് ആ ഒരു ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത് സുഡിയോടെ ഒരു ബ്ലഷാണ്. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. നല്ല ബ്ലഷാണ്. ആൻഡ് ഇതൊരു സ്റ്റിക്കാണ്, ബ്ലഷ് സ്റ്റിക്കാണ്. ആൻഡ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓരോ ഫേസ് ഷേപ്പുള്ള ആൾക്കാർക്കും ഓരോ ടൈപ്പാണ് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്കിപ്പോൾ ചീക്ക് കുറവാണ്, കുറച്ചുകൂടെ ചീക്കൊന്നിങ്ങനെ നിൽക്കണം എന്നാണെങ്കിൽ ഇവിടെ ഇടുക. ഇല്ല നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് ലൈക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ ചീക്കുള്ളതാണ് പൊതുവേ ഇഷ്ടം എന്ന് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചീക്കുള്ള ഇങ്ങനെ ബംബ്ലി ആയിട്ടിരിക്കുന്നത്. അതാണ് ഞാനിങ്ങനെ ബബിളായിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എനിക്ക് ചീക്ക് വേണം എന്നുള്ള. നമ്മൾ വേറൊരു ബ്രഷ് എടുക്കുക, ദെൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞാനന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലാവില്ല, ഇതൊന്ന് പൊങ്ങിയിട്ടും ഇതൊന്ന് താഴ്ന്നിട്ടുമാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന കോൺട്രിങ് ഒക്കെ ചെയ്യാം. എനിക്ക് മെയിൻലി കോൺട്രിങ് ഇഷ്ടമല്ല. കോൺട്രിങ് ഇങ്ങനെ ഫേസ് ഷേപ്പ് ചെയ്യാനാണ്. പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല. കാരണം എൻ്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. സോ ഞാൻ കോൺട്രിങ് ചെയ്യുന്നില്ല. സോറി ഗൈസ്, ഞാൻ മൈക്ക് ഓണാണോ നോക്കിയതാണ്. എനിക്ക് എപ്പോഴും ഈ അബദ്ധം പറ്റുക. നോസിലും കൂടി ഇട്ടിട്ടുണ്ട്. ഊഫ്, ബ്ലൂപ്പർ ലൈക്ക് കണ്ടോ, ക്ലോസപ്പിൽ കണ്ടോ, രസമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നോർമലി മേക്കപ്പ്, എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഒന്നും കൂടി ബ്ലഷ് ഇട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുന്നു. ഹൈലൈറ്റർ ഇടാണ്ട് തന്നെ നല്ല ഗ്ലോ ഇല്ലേ. അത് മെയിൻലി നമ്മളെ സ്കിൻ കെയർ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ സ്കിന്നൊന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ഫേസ് കിട്ടും. അങ്ങനത്തെ ഫേസിൽ നമ്മൾ ചെയ്താലേ ഈ ഗ്ലോയി മേക്കപ്പ് എന്ന് പറയുന്ന സാധനം നിൽക്കത്തുള്ളൂ. അത് വേറെ കാര്യം, നമ്മൾ സ്കിൻ കെയർ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോലെസ് ബേസ് ഒന്നും കിട്ടത്തില്ല. കാരണം പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റഡ് ആയി നിൽക്കും. ഇപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, കണ്ടാലറിയാലോ. ലൈക്ക് ഞാനിതെല്ലാം എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഒരു ബ്രഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐ ലവ് ഇറ്റ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മേക്കപ്പാണിത്. ഐ ലവ് ഇറ്റ്. ഹൈലൈറ്റർ ആണ്. ഇതും സുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സുഡിയോൻ്റെ ഒരു ഹൈലൈറ്റർ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളതെല്ലാം എപ്പോഴും കയ്യിലൊക്കെ ആക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. കാര്യം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു ലൈക്ക് ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഇങ്ങനെ ആക്കിയിട്ട് ലൈക്ക് ഇങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്യുക. അതിൽ വീണ്ടും ആ കൈ തന്നെ ഇങ്ങനെ കൊണ്ട് ആക്കാണ്ടിരിക്കുക. അങ്ങനെ ആക്കിയാലും ബാക്ടീരിയാസ് സ്പ്രെഡ് ആവും. സോ എപ്പോഴും ഹൈജീൻ എന്ന് പറയുന്ന സാധനം നമ്മളെ മേക്കപ്പിൽ കുറച്ച് കൂടുതൽ വേണ്ടതാണ്. കാര്യം നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമാണ്. സോ യാ, ഗ്ലോയിങ് മേക്കപ്പ് ഇസ് റെഡി. ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്ക് മായ്ച്ചു കളഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് സുഡിയോൻ്റെ ഒരു ലിപ് കളറാണ്. ഇതൊരു ബ്രൗണി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ നോക്കിയിട്ട് വേറെ ബ്രാൻഡ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. 149 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. കാണുമ്പോൾ ഞാൻ വാങ്ങുന്നതാണ് കേട്ടോ. ഡെയിലി യൂസിന് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ ഷെയ്ഡ് നെയിം എനിക്ക് അറിയത്തില്ല.
ന്യൂഡ് 01 നല്ല ഷെയ്ഡ്. കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാറില്ല. കാരണം എൻ്റെ അത് മാറ്റ് ഫിനിഷ് ആയിപ്പോവും. ഞാൻ കാണിച്ചു തരാം, നീ കണ്ടോ. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരുവാണ്. യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഓയിലി ഫേസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ സ്കിന്നിലുള്ള ഓയിൽ തന്നെ അതിലേക്ക് ആവുന്നതാണ്. സോ അതുകൊണ്ട് യൂസ് ചെയ്ത് കാണിക്കുകയാണ്. ഇല്ല, നിങ്ങൾ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഈ കോമ്പാക്റ്റ് എന്നുള്ളൊരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ നല്ല ഒരു മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് സെറ്റിംഗ് സ്പ്രേ, ഫിക്സർ വേറെ സെറ്റിംഗ് സ്പ്രേ വേറെ, സ്പ്രേ വെച്ചിട്ട് ഒന്ന് ഫിക്സും കൂടെ ചെയ്ത് കൊടുത്താൽ യു ആർ ഡൺ. കുറേ നേരത്തേക്ക് ഈ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. എൻ്റെ ഫാൻ ഉണ്ടായിരുന്നു കൈസ്, അത് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്യുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്നുള്ളത് കമൻറ്റും കൂടി ചെയ്യാം. ബൈ.